നീ ഒന്ന് സ്പീഡിൽ പോ ശിവാനി. എന്റെ പൊന്നോ, ഇതുപോലെ എന്നെ എൻകറേജ് ചെയ്തിരുന്നെങ്കിൽ ഞാനിപ്പോ ഈ നേരത്തെ എവിടെയെങ്കിലും ഒക്കെ ചെന്ന് എത്തിയേനെ. നീ കുറച്ച് നാളുകൾക്ക് മുന്നേ ആരോടും പറയാതെ ഒരു പോക്കങ്ങ് പോയല്ലോ. നിന്നെ തേടി പിടിച്ചുകൊണ്ട് വരാനായിട്ട് എന്നോട് പറഞ്ഞതും നിന്റെ വീട്ടുകാർ തന്നെയാ. ഹാ, എന്റെ നിഴല് തന്നെ എനിക്ക് കുറച്ചു നാളായിട്ട് തിരിച്ചറിയാൻ പറ്റിയിരുന്നില്ല. എന്തുകൊണ്ടെന്നാ എപ്പോഴും എന്റെ പിന്നില് നിങ്ങളല്ലേ ഉണ്ടാവുന്നേ. നാട്ടിലുള്ളവരെല്ലാവരും നിങ്ങളുടെ ഫാനാണെങ്കിൽ നിങ്ങൾ എന്റെ ഫാനാണല്ലോ ചേട്ടാ. എന്താ അത് എന്റെ മേലിൽ നിങ്ങൾക്ക് എന്തുമാത്രം സ്നേഹം ഉണ്ടായിട്ടാ എന്നെ എപ്പോഴും ഇങ്ങനെ ഫോളോ ചെയ്ത് വരുന്നത്. എടി മണ്ടി, അത് നിന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, സംശയം കൊണ്ടാ. വൈ? എന്തിന്? നീ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾക്ക് നിന്റെ കല്യാണം മുടങ്ങിപ്പോയാ എന്റെ സഹോദരിയുടെ കല്യാണം കൂടെ ആ കൂട്ടത്തിൽ മുടങ്ങിപ്പോവല്ലോ എന്ന് വെച്ചിട്ടാ നിന്നെ ഫോളോ ചെയ്തത്. ആ വിജയുണ്ടല്ലോ, നിന്റെ കഴുത്തിൽ താലി കെട്ടിയതിനു ശേഷം ഞാൻ നിന്റെ മുഖത്ത് പോലും നോക്കില്ല. വിരൽ ഒടിക്കേണ്ടത് നിങ്ങളുടെ ആയിരുന്നില്ല, അവന്റെ ആയിരുന്നു. എങ്ങനെ താലി കെട്ടുമെന്ന് നോക്കാലോ. ശരി, നീ ഒന്ന് സ്പീഡിൽ പോ. ആ ശരി ശരി. പുറത്തുള്ള ആരെയും അകത്തേക്ക് വരാൻ അനുവദിക്കരുത്. അവരെ കണ്ടാൽ പ്രശ്നമാകും. ചെറുക്കന്റെ വീട്ടുകാർ ഉടൻ തന്നെ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുമേ. ആര് കണ്ടാലും കണ്ടില്ലെങ്കിലും അവരൊരു കാരണവശാലും ഇവിടെ കാണാൻ പാടില്ല. സുമതി, നീ പേടിക്കണ്ട മോളെ, ധൈര്യമായിട്ടിരിക്കുക. ശിവാനി വന്നതും ഈ നാടകത്തിനൊരു അവസാനം ഉണ്ടാവും. നാടകം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ തിരശീല മാറ്റിയേ പറ്റൂ അമ്മേ. ആരും തെറ്റിദ്ധരിക്കണ്ട. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, സുമതി ഉടുത്തിരിക്കുന്ന സാരി കൊണ്ട് അവളുടെ മുഖം കാണാത്ത രീതിയിൽ തലയിൽ മറച്ചു വെക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ മുഖം കാണാത്ത രീതിയിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റൂ. അതെ ചേട്ടാ. ലക്ഷ്മി, നീയും ഇതുപോലെ മുഖം മറച്ചില്ലെങ്കിൽ ഇത് നമ്മുടെ കുടുംബ സമ്പ്രദായമാണെന്ന് പറഞ്ഞ് നമുക്ക് അവരെ മാനേജ് ചെയ്യാൻ പറ്റില്ല. ദേവേട്ടാ, ഞാൻ ഇട്ടു കൊടുക്കാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. ഞങ്ങൾ അല്പം ലേറ്റായി. അത് സാരമില്ല ആനന്ദരാജ്, കൃത്യസമയത്ത് തന്നെ വന്നത്. ഞങ്ങൾക്ക് വളരെ സന്തോഷം. എന്റെ മകൻ ഈ ചടങ്ങിന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ റെഡി ആയിട്ടാ വന്നിരിക്കുന്നത് ചേട്ടാ. ഞങ്ങളുടെ ശിവാനിയുടെ നെറുകയിൽ സിന്ദൂരം ചാർത്താനായി നിങ്ങളുടെ മകൻ എല്ലാ ആചാരങ്ങളും പെട്ടെന്ന് തീർക്കാനാ നോക്കുന്നത്. എന്താ അങ്കിൾ, ശിവാനിയുടെ മുഖം സാരി കൊണ്ട് മറിച്ചിരിക്കുന്നത്? എന്റെ മരുമകള് ലക്ഷ്മിയുടെ തലയിലും സാരി കൊണ്ട് മറച്ചിരിക്കുകയല്ലേ. ഞങ്ങളുടെ വീട്ടിലെ കല്യാണമാവുമ്പോ മഞ്ഞൾ ചടങ്ങ് സമയത്ത് ഇങ്ങനെ സാരി കൊണ്ട് മുഖം മറയ്ക്കുന്നത് ഒരാചാരമാണ്. ഇങ്ങനെ ഒരു ആചാരം ഞാനെങ്ങും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ലല്ലോ.
എൻ്റെ കല്യാണശേഷം ഞാൻ മുത്തശ്ശിയോടും ചോദിച്ചു. പഴയ കാലം മുതലേ തുടർന്നു വരുന്ന ആചാരമാണെന്ന് മുത്തശ്ശി എന്നോട് പറഞ്ഞു. ഞാനും ഇതുപോലെയാണ് തലയിൽ സാരിയൊക്കെ മൂടി ചടങ്ങ് നടത്തിയത്. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നുമില്ല. ഭംഗിയായിട്ട് നടന്നാൽ മതി. ഇത് വിവാഹ മുഹൂർത്തമല്ലല്ലോ. വരുന്ന ഞങ്ങളുടെ ബന്ധുക്കൾക്കെല്ലാം പെണ്ണിന്റെ മുഖം കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞ് പരാതിപ്പെടാനായിട്ട്. അപ്പോ ഇങ്ങനെയുള്ള ആചാരങ്ങളൊന്നും കാണില്ല. എന്റെ പൊന്നോ, താങ്ക്സ് അങ്കിൾ. കല്യാണത്തിന്റെ അന്നും ശിവാനിയുടെ മുഖം കാണാതെ താലി കെട്ടേണ്ടി വരുമെന്നോർത്ത് ഞാനാകെ ഭയന്നു പോയി. അങ്ങനെയൊക്കെ നടക്കുവോടാ? അതൊക്കെ വിട്, നമുക്ക് ചടങ്ങ് ആരംഭിക്കാം. വന്നേ. വാ ചേച്ചി. ചെല്ലടാ. എന്താ ഇത് മുഖത്തിട്ടിരിക്കുന്ന സാരി മാറ്റാത്തത്? അതങ്ങനെ ഇരുന്നോട്ടെ, അത് ഞങ്ങളുടെ വീട്ടിലെ ആചാരവാ. ഇവിടെ ഒരു വീട്ടിലും ഇല്ലാത്ത ആചാരം നിങ്ങളുടെ വീട്ടിൽ മാത്രമേ ഉള്ളൂ. ശരി, വിട്ടേക്ക്. ഇനി എന്ത് ചെയ്യാൻ പറ്റും? ചടങ്ങ് ആരംഭിക്കട്ടെ. ശരി, വിവാഹം നടന്നിരിക്കും. അതിനും അപ്പുറമായി ഇനി എന്തെങ്കിലും നടന്ന് മുകളിലിരിക്കുന്ന ദൈവം തന്നെ ഇറങ്ങി വന്ന് ഈ വിവാഹം തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും ശരി, നിന്റെ കഴുത്തിൽ ഞാൻ താലി കെട്ടുന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. എന്തെങ്കിലും പറയ് ശിവാനി. നിന്നോടാ? എന്താ നാണാണോ? എന്തെങ്കിലും സംസാരിച്ചൂടെ? ഇവന് അറിയാൻ ചാൻസ് ഇല്ലല്ലോ അടുത്തിരിക്കുന്നത് ശിവാനിയല്ലെന്ന്. മിണ്ടാതിരിക്ക. നമ്മൾ എന്തെങ്കിലും പറഞ്ഞ നമ്മളെ കൊന്നുകളയെന്ന് തോന്നുന്നു നമ്മുടെ അമ്മാവൻ. ഏട്ടൻ വരുന്നത് വരെയല്ലേ ഉള്ളൂ നമുക്ക് ഈ പേടി. ആ ദേവി തന്നെ എല്ലാം നന്നായി നടത്തണം. ഏട്ടൻ വന്നില്ലെങ്കിൽ കല്യാണം നടക്കോ ഇല്ലേന്നറിയില്ല. പക്ഷെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവരുത്. ആള് മാറി ഇത് കണ്ടുപിടിക്കാതിരുന്നാ മതി. പാവം ശിവാനിക്ക് പേരുദോഷം ഉണ്ടാവാതിരിക്കാൻ സഹായിക്കാനാ ഇവള് വന്നത്. അത് കാരണം ഈ പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാവരുത്. ദേവി, ഞങ്ങളെ സഹായിക്കണേ. ദേവി തന്നെ ഞങ്ങളെ കാത്തോളണേ.
ഹലോ, നിന്റെ ഉച്ചന്തലയിൽ വെയിലടിച്ചപ്പോ എന്താ നിന്റെ ഭ്രാന്ത് മൂത്ത? ഓരോ പ്രാവശ്യവും ഓരോ രീതിയിലാണല്ലോ പെരുമാറ്റം. എന്റെ മൂക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ചേട്ടന്റെ മൂക്കോ? മൂക്ക? ചിക്കന്റെ മണം, താറാവിന്റെ മണോ, അല്ലെങ്കിൽ ചെറുക്കന്റെ മൂക്കോ അല്ല, നിങ്ങളുടെ മൂക്ക്. നോസ്, നമ്മൾ ശ്വാസം എടുക്കുന്ന മൂക്ക്. മനസ്സിലായി. എന്താന്ന് വെച്ചാ പറഞ്ഞു തോലെ. ഏയ്, എന്താ നിർത്തിയേ? നിങ്ങളല്ലേ പറയാൻ പറഞ്ഞത്? വണ്ടി ഓടിച്ചോണ്ടിരിക്കുമ്പോഴും ആ കാര്യം പറയാലോ, ഞാൻ കേട്ടോളാം. നന്നായിട്ട് കേൾക്കുന്നുണ്ട്. പഞ്ചേന്ദ്രിയങ്ങളില് ചെവി മാത്രമേ കേൾക്കുന്നുള്ളൂ. കണ്ണ്, മൂക്ക്, വായ, ശരീരം ഇതൊക്കെ നന്നായി പ്രവർത്തിക്കുന്നുണ്ടോന്ന് എനിക്കറിയില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ? നീ സംസാരിക്കാതെ മര്യാദയ്ക്ക് വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ ഈ സമയത്ത് വീട്ടിലെത്തേണ്ടതായിരുന്നു. പോവാം. പോവാതെ പിന്നെ ഈ റോഡിൽ തന്നെ കിടക്കാൻ പോവാണോ? എനിക്ക് നല്ല വിശപ്പുണ്ട്, അതുകൊണ്ടാ ഇവിടെ തന്നെ നിർത്തിയത്. ഇപ്പൊ എന്ത് കഴിക്കാനാ? എന്ത് വേണമെങ്കിലും കഴിക്കാം. ഒരു നല്ല മസാല ദോശയുടെ മണമാ കിട്ടുന്നേ. അതുകൊണ്ടാ ഇത്രയും നേരം ഇത്ര ആഴത്തില് ശ്വാസം എടുത്തോണ്ടിരുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഒരു അരമണിക്കൂറിനകത്ത് വീട്ടിലെത്തുമല്ലോ. അപ്പൊ അവിടെയുള്ള ആഹാരം കഴിച്ചാ പോരെ? ഒരു ടെൻഷനും ഇല്ലാതെ സമാധാനത്തോടെ കഴിക്കാം. എനിക്ക് അത്രയും നേരം ക്ഷമിക്കാൻ പറ്റില്ല. വിശപ്പ് കൊണ്ട് കണ്ണുപോലും കാണുന്നില്ല. ചേട്ടന്റെ കൈയും മുറിഞ്ഞിരിക്കുവല്ലേ. എന്തെങ്കിലും കഴിച്ചിട്ട് നിങ്ങൾക്ക് മരുന്ന് കഴിക്കണ്ടേ? ഇല്ലെങ്കിൽ പിന്നെ സെപ്റ്റിക് ആവില്ലേ? ഏയ് ശിവാനി, എന്റെ കയ്യിലെ മുറിവൊന്നും ഒരു കുഴപ്പമില്ല. നമുക്ക് അങ്ങ് പോവാം. ദയവ് നീ ഒന്ന് വണ്ടി എടുക്ക്. നോക്ക് ചേട്ടാ, നിങ്ങൾക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഞാൻ വണ്ടി ഓടിക്കണമെങ്കിൽ വണ്ടിയിൽ പെട്രോൾ മാത്രം ഉണ്ടായാ പോരാ. എന്റെ ശരീരത്തിലും ഫ്യൂൽ ഉണ്ടാവണം. അതായത് ശക്തി. അതിന് വേണ്ടത് ഭക്ഷണം. ഇപ്പൊ മനസ്സിലായോ? ശിവാനി, ശിവാനി, ഈ സമയത്ത് തന്നെ നിനക്ക് കഴിക്കണമെന്നുണ്ടോ? ഒരു നേരം കഴിച്ചില്ലെന്ന് വെച്ചപ്പോ എന്ത് സംഭവിക്കാനാ? ഞാൻ മെലിഞ്ഞു പോവും ചേട്ടാ. ഒരു നേരം കഴിച്ചില്ലെന്ന് വെച്ച് 10 കിലോ ഒന്നും കുറയില്ല. അങ്ങനെ വിചാരിച്ചിരുന്നെങ്കിൽ ഏതെങ്കിലും പെണ്ണ് വ്രതം എടുക്കുമായിരുന്നോ? അയ്യോ, പൂജ ചെയ്ത് വ്രതം എടുക്കുന്നതൊക്കെ വേറെയാ. ശരീരത്തിന് ഡയറ്റ് എടുക്കുന്നതും വേറെയാ. അല്ല, ആഹാരം കഴിച്ചിട്ട് പോവാന്നല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അതിനെന്തിനാ ദേഷ്യപ്പെടുന്നേ? വന്നേ ശിവാനി. ഓ ചേട്ടാ, ഒന്നിങ്ങോട്ട് വന്നേ. എന്താ വേണ്ടേ? ചേട്ടാ, 2 ഇഡലി. അതാവുമ്പോ പെട്ടെന്ന് കഴിച്ചിട്ട് ഇവിടെ നിന്ന് പോവാലോ. നോ വേ. 2 ഇഡ്ഡലി കഴിക്കാനൊന്നും അല്ല ഞാൻ ഇങ്ങോട്ട് വന്നത്. ആഹാ, നല്ല അടിപൊളി മസാല ദോശ കഴിക്കാനായിട്ട് ഫിക്സ് ആയി. ചേട്ടാ, 2 മസാല ദോശ കൊണ്ടുവരണേ. ഒരു ഒനിയൻ റവ ദോശ, മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച്. ആയിക്കോട്ടെ. അല്ല, നീ ഇപ്പൊ എന്തിനാ പാഴ്സൽ വാങ്ങിക്കുന്നത്? ഹലോ, 3 എനിക്ക് തന്നെയാ. നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാ പറഞ്ഞോ. നീ ഇത്രയൊക്കെ കഴിക്കൂ? ആ, ഞാനൊരു ഫംഗ്ഷന് പോവാ. എൻ്റെ വൈഫിൻ്റെ അനിയത്തിയുടെ കല്യാണത്തിന്. ഞാൻ പറഞ്ഞിരുന്നല്ലോ, അവളുടെ ചേച്ചി മരിച്ചപ്പോൾ ആ ഓഫർ എനിക്ക് കിട്ടുമെന്നാണ് വിചാരിച്ചത്. അന്ന് തൊട്ടേ അവക്കെന്നെ തീരെ ഇഷ്ടമല്ല. അവൾ സമ്മതിക്കേയില്ല. പക്ഷേ എൻ്റെ ചെറിയച്ഛൻ്റെ മകൻ വിജയ അവളെ കെട്ടാൻ പോകുന്നത്. കല്യാണത്തിന് ശേഷം അവളെ എൻ്റെ കൈ കിട്ടും. അവൾ വീട്ടിൽ വന്ന് കയറുന്നതിന് മുമ്പ് കല്യാണപ്പെണ്ണിൻ്റെ വേഷത്തിൽ അവൾ എത്ര സുന്ദരിയാണെന്ന് ഞാൻ കാണാൻ പോവാ. ചടങ്ങ് കഴിഞ്ഞ് ഞാൻ വൈകുന്നേരം തിരിച്ചെത്തിയേക്കാം. എടാ, ഞാൻ തിരിച്ചങ്ങോട്ട് വിളിക്കാം. അയ്യോ, ഭയങ്കര ചൂടാണല്ലോ. മഴക്കാലം എല്ലാം മറ്റുള്ള പ്രദേശങ്ങളിലൊക്കെ ഉണ്ട്.
ഇവിടോട്ട് വരില്ലേ? വെറുതെ സംസാരിക്കാതെ കഴിക്കാൻ നോക്ക്. അതിന് കഴിക്കാൻ എന്താ ഉള്ളേ? ഇപ്പോഴും ആ ചേട്ടൻ ദോശ ചുട്ടുകൊണ്ടിരിക്കുക. ചേട്ടാ, ഒന്ന് നല്ല നൈസായിരിക്കണം. പിന്നെ 2 കൂടി ഉണ്ടല്ലോ, നല്ല മുളകിട്ട് മുരിഞ്ഞു വരണം. ആയിക്കോട്ടെ മാഡം. ഈ ശിവാനിക്ക് എന്താ ഇവിടെ കാര്യം? ഇന്നിവള് വീട്ടിൽ കാണേണ്ടതല്ലേ? അതിനു പകരം ഇവള് ഇവിടെ എന്തിനായിരിക്കും വന്നത്? ഭരതരാജൻ അങ്കിളിനെ ഫോൺ ചെയ്ത് പറഞ്ഞാലോ? എന്തോ ഒരു പ്രശ്നമുണ്ട്. എന്തായിരിക്കും? ഇവളിപ്പോ എന്തായാലും എന്നെ കാണണ്ട. എന്താണെന്ന് നോക്കാം. ഏയ്, എന്താ പേടിച്ചു പോയോ? പെട്ടെന്ന് ഞാനൊന്ന് കെട്ടിപ്പിടിച്ചപ്പോ നീ പ്രതീക്ഷിക്കാത്ത ആരോ വന്ന് നിന്നെ കെട്ടിപ്പിടിച്ചതാണെന്ന് കരുതിയോ? നിങ്ങൾ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. നീ വേറെ ആരാണെന്ന് കരുതിയേ? എൻ്റെ ഫ്രണ്ട് നിരഞ്ജനാണെന്നാണ് നീ കരുതിയത്? എന്താ ഇത്? എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഏയ്, വെറുതെ. നീ ആരെയാണ് പ്രതീക്ഷിച്ചതെന്ന് ജസ്റ്റ് ഞാൻ ഗസ് ചെയ്തേ ഉള്ളൂ. ഇഫ് ഐ എം റോങ്, പ്ലീസ് കറക്റ്റ് മീ. എന്നെ നീ തന്നെ തിരുത്തണം ഗായത്രി. അതിൽ തെറ്റില്ല. ഇതാ വാങ്ങുന്നേ. പിടിക്ക്. ഇത് വാങ്ങിയാൽ മാത്രം പോരാ, ഒന്ന് ഓപ്പൺ ചെയ്ത് കൂടെ നോക്കണ്ടേ? ഞാൻ മുല്ലപ്പൂ വാങ്ങിയതാണെന്നാണ് നീ കരുതിയതാണ്? അതല്ലെങ്കിൽ നിനക്ക് കഴിക്കാനായിട്ട് ജിലേബി വാങ്ങി വന്നതാണെന്ന് വിചാരിച്ചോ? അല്ല ഗായത്രി, നീ ഗവൺമെൻറ് ജോലിക്ക് അപ്ലൈ ചെയ്ത ആപ്ലിക്കേഷൻ ലെറ്ററാണ് ഞാനീ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഞാൻ പഠിച്ചതിനനുസരിച്ച് എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ അത് നല്ല കാര്യമായിരിക്കില്ലേ? എന്താടി, നീ നാണം കെടുത്താൻ വേണ്ടിയാണോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നിന്റെ ഈ സൗന്ദര്യം കണ്ടിട്ടും സ്വത്ത് മോഹിച്ചിട്ടും തന്നെയാടി നിന്നെ കെട്ടിയതാ. പ്ലീസ് എന്നെ വിടൂ. പക്ഷേ നീ ഇവിടെ കയറി വന്നപ്പോ കൂടെ കൊണ്ടുവന്നത് എന്താണെന്നറിയോ? എന്നേക്കാൾ വിദ്യാഭ്യാസം നിനക്ക് കൂടുതലുണ്ടെന്നുള്ള പബ്ലിസിറ്റി. നീ പരീക്ഷ എഴുതിയ ഗവൺമെന്റ് ജോലി നേടിയെടുക്കാനും മാത്രം ബുദ്ധിശാലിയാണെന്നുള്ള പ്രശസ്തിയും നിനക്ക് കിട്ടും. ഞാൻ നാളെ പുറത്തോട്ടിറങ്ങുമ്പോ ഗൗരിയുടെ ഭർത്താവ് പ്രദീപ് എന്ന് പറയുന്നതല്ലാതെ പ്രദീപിന്റെ ഭാര്യ ഗൗരി എന്നാരും പറയില്ല. നിനക്ക് വേദനിക്കുന്നോ? വേണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ? നന്നായിട്ട് വേദനിക്കുന്നു. നിന്റെ ഈ വിദ്യാഭ്യാസം കാരണം ഞാനൊരു മണ്ടനായി മാറുന്ന കാര്യം എന്നെ എന്തുമാത്രം വേദനിപ്പിക്കുന്നുണ്ടെന്ന് നിനക്കറിയോ? നിനക്കത് മനസ്സിലാവില്ല. നിന്നെ ഞാൻ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കണമെങ്കിലും ഞാൻ വാങ്ങിയിട്ട് വന്ന മുല്ലപ്പൂ നീ തലയിൽ ചൂടി നീ കണ്ണാടിയിൽ നോക്കണമെങ്കിലും ഞാൻ പറയുന്നതാണ് നീ കേൾക്കേണ്ടത്. ഇനി മുതൽ നീ എന്നോടൊന്നും ചോദിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. ഇല്ലെന്നാണെങ്കിൽ നീ എഴുതാൻ പോകുന്നത് പരീക്ഷ ആയിരിക്കില്ല,
പിന്നെ ഞാൻ തരാൻ പോകുന്ന ശിക്ഷ നീ സ്വപ്നത്തിൽ പോലും കാണാത്തതായിരിക്കും. കേട്ടോടി? ശിവാനി,